നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ചെമ്മാടുകാർക്കിത ഒരു സന്തോഷ വാർത്ത. ഡോണ്ട് മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. തൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന 10 ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം. ഏപ്രിൽ 12 മുതൽ ജൂൺ 12 വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന 10 ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും, രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും, മൂന്നാം സമ്മാനമായി ടിവിയും, അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം. ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജ്വല്ലറി സന്ദർശിക്കൂ, സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടി നഗരസഭയെയും വേങ്ങര പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കരിമ്പിൽ കാച്ചടി തേർക്കയം പാലം പുനർനിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കക്കാട് കരിമ്പിൽ സ്വദേശി പൊതുപ്രവർത്തകനായ TP ഇമ്രാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും ജില്ലാ കലക്ടർക്കും പരാതി നൽകി. 2018 ഉണ്ടായ ഒന്നാം പ്രളയത്തിൽ പാലത്തിന് ബലക്ഷയം സംഭവിക്കുകയും രണ്ടാം പ്രളയത്തിൽ കൂടുതൽ കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്ന് പാലത്തിൽ പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചതായി പാലം വിഭാഗം പാലക്കാട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സൂചനാ ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സംസ്ഥാന ബജറ്റിൽ 3 പ്രാവശ്യം പരാമർശം വന്നെങ്കിലും ഇതുവരെ ഫണ്ട് അനുവദിച്ചിട്ടില്ല. ഇതിനെ തുടർന്നാണ് എല്ലാ വാഹനങ്ങൾക്കും കടന്നു പോകുന്ന തരത്തിൽ പുതിയ പാലം നിർമ്മിക്കുന്നതിന് ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് TP ഇമ്രാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയത്. ഒന്നാം പ്രളയത്തെ തുടർന്നും പിന്നീടുണ്ടായ രണ്ടാം പ്രളയത്തെ തുടർന്നും തേർക്കയം പാലത്തിൻ്റെ തൂണിന് ബലക്ഷയം സംഭവിക്കുകയും അതിനെ തുടർന്ന് പാലക്കാട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുകയും ചെയ്തു. പക്ഷേ വർഷങ്ങൾ ഇതുവരെയായിട്ടും നിയമസഭയിൽ 3 തവണ ഫണ്ട് പാസ്സാക്കി, ബജറ്റ് ഇതിൻ്റെ പരാമർശം വന്ന് ഫണ്ട് പാസ്സാക്കി എന്ന് 3 പ്രാവശ്യം പറഞ്ഞെങ്കിലും ഇതുവരെ തേർക്കയം പാലം നിർമ്മാണത്തിനുള്ള ഒരു നടപടിയും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. കാലങ്ങളായിട്ട് ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു വിഷയമാണിത്. കാരണം വെച്ചാൽ വേങ്ങരയെയും തിരൂരങ്ങാടി നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലാണിത്. ഇത് ഈ അപകടാവസ്ഥയിലായിട്ടും ഇത്രയും കാലമായിട്ടും ഈ പാലത്തിനോട് പുറം തിരിഞ്ഞിരിക്കുന്ന ഈ സമീപനം വളരെയധികം പ്രതിഷേധാർഹമാണ്. ആയതിനാൽ തന്നെ ഈ വിഷയത്തിൽ അടിയന്തരമായി നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് പരാതി അയച്ചിട്ടുണ്ട്. അദ്ദേഹം പരിശോധിക്കാൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തുതന്നെ ആയാലും ഈ വിഷയത്തിൽ ഉടനടി ഇനിയെങ്കിലും, ഇത്രയും കാലം വൈകിയെങ്കിലും ഇനിയെങ്കിലും ഇത് അടിയന്തരമായി പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പരാതിയിൽ അന്വേഷണം നടത്തി നിയമാനുസൃത നടപടികൾ സ്വീകരിക്കുന്നതിന് പാലക്കാട് പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വേങ്ങര വലിയോറ ഭാഗത്തുള്ളവർക്ക് ഗതാഗത കുരുക്കില്ലാതെ തിരൂരങ്ങാടി താലൂക്ക് ആസ്ഥാനത്തേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും, തിരൂരങ്ങാടി ഭാഗത്തുള്ളവർക്ക് മലപ്പുറം ഭാഗത്തേക്കും വേഗത്തിൽ എത്തിപ്പെടാൻ പാലം ഉപകാരപ്രദമാണ്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.